നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനം വായിച്ചു കേൾക്കാം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വായിക്കേണ്ട എന്നെ നോക്കിയിരുന്നാൽ മതി. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ശാന്തമായിട്ടേ പറയത്തുള്ളൂ. എന്നാൽ ശുശ്രൂഷിച്ച് വരുമ്പോൾ എനിക്കറിയത്തില്ല. നമ്മൾ ബൈബിൾ പഠിക്കുമ്പം ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. സ്തോത്രം. നമ്മുടെ മുഖമൊക്കെ തമ്പുരാൻ്റെ കരവിരുത. ഞാനെപ്പോഴും ഓർക്കുവാണേ, ഒരു പേപ്പറും പേന എടുത്ത് മനുഷ്യൻ്റെ മുഖം വരയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിലോട്ട് കൊടുത്താൽ അവർ 25,000 മുഖം വരച്ച് അവർ പറയും ഇനി മുഖം ഇല്ലെന്ന് പറയും. കാരണം മൂക്കെല്ലാവരുടെയും കറക്റ്റ് സ്ഥലത്താണ്. അല്ലാതെ ഒരാടെ മൂക്ക് ഇവിടെ അല്ല. ചെവി കറക്റ്റ് സ്ഥലത്താണ്. ചുണ്ടും പുരിയോ കണ്ണും കൺപീലിയും കറക്റ്റ് സ്ഥലത്താണ്. പക്ഷെ പ്രത്യേകത, ഒരാളെ പോലല്ല. ഇപ്പൊ ലിയുടെ കൂട്ട് 250 പേര് ഇവിടെ യോഗത്തിനുണ്ട്. എന്നായി ഹോസ്പിറ്റലുകാർ കെട്ടുന്ന ഒരു ടോയും കെട്ടണം. കല്യാണം നടത്തുമ്പോൾ പറയും 16/36 എന്ന ലിനിയും 13/43 എന്ന പേരുള്ള ഇന്നയാളും തമ്മിൽ കല്യാണം നടക്കുന്ന പറയാൻ പറ്റൂ. കാര്യം എല്ലാവരും പാസ്പോർട്ട് ഓഫീസിൽ ഇരിക്കുന്നവരൊക്കെ പാസ്പോർട്ട് എടുത്ത് എറിയും. ആരാന്ന് വിചാരിച്ച എല്ലാവരും ഒരുപോലെ. ഇന്ന് നിങ്ങൾ നോക്കിയേ, എത്ര കോടി ജനത്തെയാ ഒരു പാപഭേദമില്ലാതെ ദൈവം ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ സൃഷ്ടിച്ചത്. സ്തോത്രം. ഇപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിനെ കുറിച്ച് ബൈബിളിൽ വായിക്കുക, ഭയങ്കരവും. ഇതൊരു ഭയങ്കര മിഷനാ. ഇതിനകത്തോട് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുക, ഇങ്ങനെ പമ്പിങ് നടക്കുക. രാത്രി നീ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ ഇതേ പണി നടക്കുക. രാവിലെ കുഴപ്പമില്ലാഞ്ഞോണ്ടാ എഴുന്നേറ്റ് വന്നേ. കുഴപ്പമുണ്ടേ ഭിത്തിയിലിരിക്കും. പിടികിട്ടിയോ? അതുകൊണ്ട് ഈ പൗലോസ് ഈ ആഗമാനം പഠിച്ചു പുള്ളി ഒരു വാക്ക് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എൻ്റെ ദൈവത്തിന് സ്തോത്രം.